പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രത്യയമാർക്കുന്ന പശ്ചാത്തലം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉദ്ധരിക്കട്ടെ. വേഴ്സ് നമ്പർ 14. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്നതായിരിക്കുന്ന 3-ാമത്തെ പ്രാവശ്യമാണ് ഇതിന്റെ പശ്ചാത്തലം. 3-ാമത്തെ പ്രാവശ്യം യേശു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുകയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 ശിഷ്യന്മാരെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ശിഷ്യന്മാരുടെ ഈ ഒരു പത്രോസിന്റെ ഒരു കമ്മീഷനിലേക്ക് കടന്നു വന്നപ്പോ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവരുടെ നാരക യാത്രയിലേക്ക് കടന്നു വന്നപ്പോൾ വായിച്ചിട്ട് അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നതാണ്. വേഴ്സ് നമ്പർ 1. ഗലീല കടൽപ്പുറത്താണത്. ഗലീല കടൽപ്പുറമാണ് മറ്റൊരു പേര്. ഈ ഗലീല കടൽപ്പുറം എന്ന് പറയുന്നതായ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇവരുടെ ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട യാത്രയൊന്നുമായിരുന്നില്ല. ദൈവത്തിൻ്റെതായിരിക്കുന്ന കമാൻഡ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന ഒരു പ്രയാണമാണ്.